ദേശീയപാത ഉൾപ്പെടെ തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട റോഡുകൾ തകർന്ന നിലയിലാണ്. തൃശ്ശൂരിലെ റോഡുകളുടെ അവസ്ഥ അറിയിക്കാൻ ഹൈക്കോടതി പൊതുമരാമത്ത് വകുപ്പിനോടും കോർപ്പറേഷനോടും ആവശ്യപ്പെട്ടതുമാണ്. സഞ്ചാരയോഗ്യമാണോ തൃശ്ശൂരിലെ ചെറുതും വലുതുമായ റോഡുകൾ? റാഫി കരീം ചേരുകയാണ് തകർന്ന റോഡുകൾക്ക് മുന്നിൽ. റാഫി, തൃശ്ശൂരിൽ നമ്മൾ കണ്ടത് ഒന്നല്ല 2 മരണങ്ങൾ കണ്ടു. ഒരു മരണം നേർക്കുനേർ. എന്താണ്, ഒരു 23 വയസ്സുള്ള വിഷ്ണുദത്ത് എന്ന യുവാവ് അമ്മയെ വെച്ചുകൊണ്ട് റോഡിൽ കൂടി വരുന്നു. റോഡിലെ കുഴി കാണുന്നു, വെട്ടിക്കുന്നു, വീഴുന്നു, ബസ് കയറി ഇറങ്ങി തൽക്ഷണം മരിക്കുന്നു. അമ്മ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണെന്നാണ് എൻ്റെ അറിവ്. വീട്ടിൽ വന്നിട്ടുണ്ടോ എന്ന് ആരും അറിയില്ല. ഈ കഴിഞ്ഞ ആഴ്ച ഒന്ന് കണ്ടു, അവിടെയും ബൈക്ക് വെട്ടിച്ചതാണ് കാരണം. ബസ് കയറി ഇറങ്ങി ദാരുണമായി കൊല്ലപ്പെടുകയായിരുന്നു. തൊട്ടു മുന്നിൽ അവിടെയും ഒരു കുഴി ഉണ്ടായിരുന്നു. കുഴിയിലേക്ക് വീണതല്ല കാരണമെന്ന് CCTV വെച്ചൊക്കെ പറയുന്നവരുമുണ്ട്. തൃശ്ശൂരിലെ അവസ്ഥ എന്താണ് റാഫി? ഹാഷിമി, തീർച്ചയായും ഹാഷിമി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്നലെ ഗോവിന്ദച്ചാമിയെ തൃശ്ശൂർ വിയ്യൂർ ജയിലിലേക്ക് എത്തിച്ച് തൃശ്ശൂർ ജയിലിലെത്തിയ ഗോവിന്ദച്ചാമി സൂപ്രണ്ടിനെ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞ പരാതി ഈ റോഡിലൂടെ സഞ്ചരിച്ച് എൻ്റെ ശരീരം വയ്യാതായി എന്നാണ്. ഇത് ഈ നാട്ടുകാർ പറയുന്ന ഒരു പ്രശ്നമാണ്. ഈ നാട്ടുകാർ ഈ റോഡിലൂടെ സഞ്ചരിച്ചതിന് ശേഷം പറയുന്ന ഒരു പരാതിയാണ്. ഗോവിന്ദച്ചാമിയും ഈ പരാതി പറഞ്ഞിട്ടുണ്ടാകുമെന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്ന കാര്യം. ഈ തൃശ്ശൂരിലെ റോഡിൻ്റെ ഒരു സ്ഥിതി ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ്. ഈ തൃശ്ശൂർ പൂങ്കുന്നത്ത് നിന്ന് ഗുരുവായൂർ വഴി കോഴിക്കോട് വരെ പോകുന്ന സംസ്ഥാന പാതയുടെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. ഈ അല്പസമയം മുൻപ് പെയ്ത മഴയിലെ വെള്ളം ഈ റോഡ് തകർന്നിട്ട് ആ റോഡിൻ്റെ സൈഡിലൂടെ രൂപപ്പെട്ടിരിക്കുന്ന ഒരു പുതിയൊരു കാനയുണ്ട്. തൊട്ട് സമീപം ഇവിടുത്തെ ഓവുചാലുണ്ട്. അത് സീൽ ചെയ്ത് അടച്ച് എല്ലാം വച്ചിരിക്കുന്നതാണ്. എന്നാൽ അതിന് സമാന്തരമായി ഒരു ഓവുചാല് റോഡിലൂടെ രൂപപ്പെട്ടിട്ടുണ്ട്. അതുവഴി വെള്ളം ഒഴുകി പോകുന്നതാണ്. അത്ര ദുരിതമാണ് തൃശ്ശൂരിലെ റോഡിലേക്ക് വാഹനവുമായി ഇറങ്ങുന്ന ആളുകൾ അനുഭവിക്കുന്നതെന്ന് വേണം പറയാൻ. കാരണം പൊൻകുന്നം ഈ റോഡ് മാത്രമല്ല, മോഡൽ റോഡ്, ഒപ്പം തന്നെ കോവിലത്തുംപാടം റോഡ്, NH 544 തുടങ്ങിയ റോഡ്, MG റോഡ് തുടങ്ങിയ റോഡുകളുടെ എല്ലാം സ്ഥിതി ഇത് തന്നെയാണ്. കോവിലത്തുംപാടം റോഡിലാണ് കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് യാത്രക്കാരൻ വാഹനം വെട്ടിച്ചപ്പോൾ അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടെ ഓട്ടോ ഓടിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ചേട്ടാ, ഈ റോഡിൻ്റെ സ്ഥിതി ഇങ്ങനെ കിടക്കൽ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇതിപ്പോൾ ഏകദേശം ഇപ്പോൾ ഞാനിപ്പോൾ ഇത് കാണാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 8-9 മാസമായി. ഇതിങ്ങനെ തന്നെയാണ്. ഇത് പണി നടക്കുന്നുണ്ട് അവിടെ, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഇത് എപ്പോൾ നോക്കിയാലും കുത്തിക്കയറ്റി ബ്ലോക്കും കാര്യങ്ങളും ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തൊരു അറുതിയില്ല. ഇത് 9 മാസം കഴിയുമ്പോൾ ഇത് ശരിയാവുമെന്നാണ് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്. പക്ഷേ ഈ ബ്ലോക്ക് കണ്ടില്ല, ഇത് ഇങ്ങനെ തന്നെയാണ്. ഒരാൾക്കും മര്യാദയ്ക്ക് ഇതിലെ പോവാനാ അങ്ങനെ ഒന്നും പറ്റുന്നില്ല. വണ്ടി അത്ര പേര് കുഴിയും കാര്യങ്ങളുണ്ട്. വണ്ടി എല്ലാ ദിവസം വർഷാപ്പാണ് ഈ വണ്ടി. ബ്രേക്ക് പോകണം. അതിനുമ്പ് ഒരു മെസ്സേജ് ഒന്ന് വായിച്ചോ. റീന സതീശൻ പറയാം, ഹാഷ്മി, ഇന്നലെ ഞാൻ കണ്ണൂർ മിംസ് ആൻഡ് ബേബി ഹോസ്പിറ്റൽ റോഡിലൂടെ ഓട്ടോയിൽ നിന്ന് പോയതാണ്. എൻ്റെയും ഓട്ടോ ഓടിക്കുന്ന സതീഷേട്ടൻ്റെയും നടുവൊടിഞ്ഞ് അത്രയ്ക്ക് കുഴിയാണ്. ഇപ്പോൾ രോഗികളുമായി വരുന്ന വാഹനത്തിൻ്റെ ഗതി എന്ന് പറഞ്ഞാൽ അവിടെ ഗർഭിണികളൊക്കെ പോകുന്ന റോഡിനെ കുറിച്ച് ഇപ്പോൾ അവിടെ ഒരു പാലക്കാട് തമ്പാൻ എന്ന് പറയുന്ന ചേട്ടൻ പറഞ്ഞു. ഗർഭിണികൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പോകുന്ന റോഡിൻ്റെ അവസ്ഥയൊക്കെ പറയുന്നുണ്ട്. എവിടെയാണ് ആ അവസ്ഥ ഇല്ലാത്ത റോഡുള്ളത്? അതൊന്ന് കാണിച്ചാൽ നന്നായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.